ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കുറച്ച് കാലമായി നേരിട്ട് കണ്ടിട്ട് നമ്മൾ കുറേ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഡ്രോയിങ്സ്, ഷെയ്ഡിങ്സ്, മോഡലുകൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. വാട്ടർ കളർ പെയിൻറ്റിങ്ങിന് തൊട്ട് മുമ്പുള്ള കളറിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ സ്റ്റോപ്പായി പോയത്. അപ്പോൾ നമ്മൾ തുടങ്ങാമെന്ന് പറഞ്ഞിരുന്നത് വാട്ടർ കളറിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ്സാണ് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഒരുക്കം മാത്രം നമ്മളിപ്പോൾ നടത്തുന്നു, നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളത് സശ്രദ്ധം വീക്ഷിക്കുക. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ വർക്ക് ചെയ്ത് അയച്ചു തരണം. എന്നാലും നിങ്ങൾക്ക് എത്രത്തോളം അത് ഗ്രാസ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ നമുക്ക് വാട്ടർ കളറിങ്ങിന് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഇത്രയുമാണ്. ഒന്ന്, നമുക്ക് വാട്ടർ കളർ, ബ്രഷ്, പാലറ്റ്, നമുക്ക് വെള്ളം എടുക്കാനുള്ള മഗ്, ദെൻ അത്യാവശ്യത്തിന് തുടയ്ക്കുന്നതിന് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോട്ടൺ, ലാസ്റ്റ് നമുക്ക് കളർ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വെള്ള പേപ്പർ. അതിൽ വാട്ടർ കളർ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിലും വാട്ടർ കളറിൻ്റെ ആ ശരിയായിട്ടുള്ള ഡെപ്ത് കിട്ടുന്നതിന് വേണ്ടി ആർട്ടിസ്റ്റ് വാട്ടർ കളർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ബ്രഷുകൾ, സാബിൾ ഹെയർ ബ്രഷുകളാണ് ഉപയോഗിക്കുക. അതിപ്പോൾ ഇഷ്ടംപോലെ ബ്രഷുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കുക. നമ്പർ നമുക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് 2, 4, 6. പിന്നെ നിങ്ങളുടെ സൗകര്യാർത്ഥം ആവശ്യമുള്ള നമ്പറുകളും ഉപയോഗിക്കാം. ദെൻ മൂന്നാമത്തേത് പാലറ്റാണ്. ഡിപ്പർ എന്ന് വേണമെങ്കിൽ പറയും. വാട്ടർ കളർ മിക്സ് ചെയ്യുന്നതിനുള്ള കുഴികളുള്ള ഒരു പാത്രമാണ് പാലറ്റ്. ദെൻ വെള്ളം നമുക്ക് ആവശ്യത്തിന് എടുക്കുന്നതിന് വേണ്ടി, കോട്ടൺ നമുക്ക് വേസ്റ്റ് വരുന്ന പെയിൻറ്റ് തുടച്ച് കളയുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ ഒരു വെള്ള പേപ്പർ എടുക്കാൻ പറഞ്ഞത്. നമുക്ക് വാട്ടർ കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഈ പേപ്പറിലേക്ക് ഉപയോഗിക്കരുത്. അതിൻ്റെ നിറമൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വെള്ള പേപ്പർ നമുക്ക് അഡീഷണലായിട്ട് ഉപയോഗിക്കണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അടുത്ത് വേണ്ടത്. അതിനുശേഷം നമ്മൾ ബുക്കാണോ പേപ്പറാണോ എന്താണോ തയ്യാറാക്കുന്നത് അത് റെഡിയാക്കി വെച്ചതിന് ശേഷം ഇതെല്ലാം നമ്മൾ തൊട്ട് വലതു ഭാഗത്ത് തട്ടിമറിഞ്ഞ് പോകാത്ത രീതിയിൽ വയ്ക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, വാട്ടർ കളർ ഉപയോഗിക്കുമ്പം നമ്മൾ ബ്രഷൊക്കെ കുടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീടിൻ്റെ ചുമരിലോ തറയിലൊക്കെ വീണ് പോകാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ കോട്ടൺ ഉപയോഗിക്കുന്നത്. ഇത്രയും മുന്നൊരുക്കങ്ങളാണ് നമുക്ക് ആവശ്യം. പേപ്പറൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്കിനി ആവശ്യമായിട്ടുള്ള ചിത്രം, ചിലർ പെൻസിൽ കൊണ്ട് വരയ്ക്കും, ചിലർ കളർ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് വരയ്ക്കും. അപ്പോൾ നമുക്കൊരു ചെറിയൊരു സീനറി തന്നെ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാം. നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഏകദേശം ഒരു മോഡലാണ് എളുപ്പത്തിൽ ചെയ്യുന്നതിന് വേണ്ടി. ഈ 2 പ്രതലം, 1, 2, ഈ 2 പ്രതലങ്ങളും ഈ സീനറിയിൽ പുൽപ്രദേശമാണ്, വിശാലമായിട്ടുള്ള പുൽപ്രദേശമാണ് വരുന്നത്. ഈ പുൽപ്രദേശത്തിൻ്റെ അറ്റത്ത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതുപോലെ ചെറിയ കുറ്റിക്കാടുകൾ, അത് ഇവിടെ ഇങ്ങനെ വരും. പിന്നെ ഈ ഭാഗത്ത് കൂടെ കടന്നു പോകും. ഇത് ദൂരെയാണ്, ഈ പുൽപ്രദേശത്തിൻ്റെ തൊട്ടപ്പുറത്തോട്ടുള്ള ഭാഗമാണിത്. ഇത് ഈ രീതിയിൽ ചെറുതാക്കിയും വലുതാക്കിയൊക്കെ ചെയ്യാം. ഇനി ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് 1-2 കുന്നുകൾ നമുക്കിങ്ങനെ ചെയ്യാം. ഇതാണ് നമ്മുടെ കാഴ്ചയിൽ ഏറ്റവും ദൂരെയുള്ള സംഗതികൾ. അപ്പോൾ ഇത് ഒരു ത്രികോണാകൃതിയിലായി പോരുത്, കുറച്ച് നീണ്ട രീതിയിൽ അതിൻ്റെ ആ വാലീസൊക്കെ മനസ്സിലാകത്തക്ക രീതിയിൽ നീട്ടി തന്നെ വരയ്ക്കുക. പിന്നീട് നമുക്ക് ഏറ്റവും പ്രയാസം കുറഞ്ഞ ഒരു മരവും നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാം. ചെറുതായിട്ടൊന്ന് അടയാളപ്പെടുത്തിയിട്ടേക്കുക. വാട്ടർ കളറിങ്ങിന് സ്കെച്ച് ചെയ്യുന്നതിൽ വലിയ പ്രാധാന്യമില്ല, എങ്കിലും നിങ്ങൾ തുടക്കക്കാരാകുമ്പം ആവശ്യത്തിന് നമുക്ക് അതിൻ്റെ വരകൾ ആവശ്യമാണ്. ആവശ്യമായിട്ടുള്ള വരകൾ മാത്രം വരച്ചിടൂ. പിന്നെ ഇതിൻ്റെ ഇലകൾ വരുന്ന ഭാഗം അധികം കട്ടിയിൽ വരയ്ക്കരുത് നമുക്ക്, കാരണം കളറ് ആണ് കാണേണ്ടത്. പെൻസിലിൻ്റെ നിറം അധികം കാണാൻ പാടില്ല, അതുകൊണ്ട് അധികം ഡാർക്കാക്കി വരയ്ക്കാനും പാടില്ല. അപ്പോൾ ഈ സാധനമാണ് ഈ പ്രകൃതി ദൃശ്യമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, വാട്ടർ കളർ നമ്മൾ ട്യൂബ് സെറ്റാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു സ്റ്റുഡൻസ് ക്വാളിറ്റി അല്ല, നമ്മുടെ ആർട്ടിസ്റ്റ് ക്വാളിറ്റിയാണ് നല്ലതെന്ന് പറഞ്ഞു. അത് ട്യൂബിലുള്ളതാണ് നമുക്ക് എടുക്കേണ്ടത്, കേക്കല്ല. പിന്നെ ദെൻ ബ്രഷ് ഇതൊക്കെ അടുത്ത് വെച്ചിരിക്കുക. പാലറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് വലിയ കുഴികളുള്ള പല ഷേപ്പുകളിലുണ്ട്. ഇതുപോലെ താമരയുടെ ഇലയുടെ ആകൃതിയുള്ള ഒരു പാലറ്റുണ്ട്, ഇങ്ങനെ കുഴികളൊക്കെ ആയിട്ടുള്ളത്. പിന്നെ സ്ക്വയർ ആകൃതിയിലുള്ളതുണ്ട്. ഇതിൽ പരമാവധി വലുപ്പത്തിൽ ഒരു 8 ഇഞ്ചോ 10 ഇഞ്ചോ വലുപ്പമുള്ള പാലറ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ സൗകര്യപ്രദമാണ്. ഇങ്ങനെ കുറച്ച് കുഴികളുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിറങ്ങൾ ഈ കുഴികളുടെ അരികിൽ ആയിട്ട് എടുത്തു വയ്ക്കുക. നീല, മഞ്ഞ, ചുവപ്പ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് പ്രൈമറി കളേഴ്സ് ഏതാണെന്ന്. നീല, മഞ്ഞ, ചുവപ്പൊക്കെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ആ ഓർഡറിൽ നീല, മഞ്ഞ, ചുവപ്പ് ഇങ്ങനെ ഉപയോഗിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അതിൻ്റെ അകത്ത് വൈറ്റ് കളറ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. വൈറ്റും ബ്ലാക്കും തൽക്കാലം എടുക്കേണ്ട, മറ്റുള്ള കളേഴ്സ് ഉപയോഗിച്ചാൽ മതി. വാട്ടർ കളറിൽ പൊതുവെ വൈറ്റ് ഉപയോഗിക്കുന്നത് നല്ലതല്ല, അത് അതിൻ്റെ വാല്യൂ കുറയ്ക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള കളേഴ്സ്, പ്രത്യേകിച്ച് ഈ 3 പ്രാഥമിക നിറങ്ങൾ എടുത്തു വയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് മറ്റുള്ള കളേഴ്സും എടുത്തു വയ്ക്കാം.
പിന്നെ നമ്മൾ സ്കൈ ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നീല നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കുഴിയിൽ കുറച്ച് വെള്ളം ഇടുക. നമ്മൾ വലിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്പർ 6 നമ്മൾ എടുത്തിരിക്കുന്നത് വലുത്. ആ വലുത് കൊണ്ട് കുറച്ച് വെള്ളം എടുത്ത് ഈ കുഴിയിലാക്കുക. എന്നിട്ട് അല്പം നീല നിറം എടുത്ത് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. അധികം വെള്ളം വേണ്ട. മിക്സ് ചെയ്തതിന് ശേഷം ഈ ഭാഗങ്ങളിലാണ് നമുക്ക് ഈ സ്കൈയുടെ ഭാഗം കംപ്ലീറ്റ് വാഷ് ചെയ്യാനുള്ളതാണ്. വാഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മേഘങ്ങളുണ്ടെങ്കിൽ ഉച്ച സമയം, രാവിലെ സമയം, വൈകിട്ട് സമയം, ഇങ്ങനെ ഏത് സമയത്താണ് നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള നിറമാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇത് പകൽ സമയത്തെ നിറമാണെന്ന് ഞാൻ പറയുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മേഘങ്ങളുണ്ട്. അപ്പോൾ ഈ മേഘങ്ങളുടെ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി ഇടുന്നത് നല്ലതാണ്. പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തി ഇടുക. ഈ നീല നിറം ഈ വളരെ ലൈറ്റായിട്ട് ഈ ഭാഗങ്ങളിൽ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുക. ഈ ഭാഗത്ത് ഇപ്പോൾ ഈ വരച്ചിരിക്കുന്നതിൻ്റെ മേഘത്തിൻ്റെ ഉള്ളിൽ വെള്ളമാണ് വെക്കേണ്ടത്. വെള്ള മേഘമാണെങ്കിലും വെള്ളം നമ്മൾ ഉപയോഗിക്കാറില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ നമുക്ക് വെള്ളം ആവശ്യത്തിന് അങ്ങ് ചെറുതായിട്ട് പുരട്ടി കൊടുക്കുക. അതിൻ്റെ അടുത്ത് കൂടെ നീല കടന്നു പോട്ടെ. ഈ നീല ഈ വെള്ളത്തിന്മേൽ ടച്ച് ചെയ്തോട്ടെ. അപ്പോൾ ഈ വെള്ളം ഇത്തിരി കൂടെ ഇങ്ങനെ പടർന്നു പോയിക്കോളും. അത് നല്ലതാണ്, ഭംഗിയുണ്ടാകുക നല്ലതാണ്. അങ്ങനെ ഈ വെള്ളം വെച്ചതിന് ശേഷം മറ്റുള്ള ചുറ്റുഭാഗങ്ങളിൽ ലൈറ്റ് നീല, ബാക്കി എല്ലാ ഭാഗങ്ങളിലും പൂശുക. പിന്നെ നമ്മൾ ആകാശത്തിൻ്റെ ഉയർച്ച താഴ്ചയ്ക്ക് അനുസരിച്ച് ഈ ഭാഗങ്ങളിൽ അല്പം ഡാർക്കിൽ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളിവിടെ വെള്ളം നിറച്ച് നീല നിറം എടുക്കുമ്പോൾ ഒരല്പം ഡാർക്കിൽ, അല്പം മാത്രം ഡാർക്കിൽ ഈ മുകൾ ഭാഗത്ത് ചെയ്തിട്ട് താഴോട്ട് വരുന്തോറും ലൈറ്റായിട്ട് ചെയ്യുക. അത് നമ്മൾ ക്രയോൺസ് കൊണ്ട് ചെയ്തപ്പോൾ ഞാനത് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ഇത് ചെയ്തതിന് ശേഷം ഇനിയുള്ളത് നമുക്ക് ഈ നമ്മുടെ കുന്നുകളാണ്. കുന്നുകൾ പച്ച നിറമുള്ളതാണ്. പക്ഷേ അകലെയുള്ള പച്ച നിറം നമുക്ക് മങ്ങിയെ കാണുമെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പച്ച നിറത്തിൽ അല്പം ചുമപ്പ് കൂടി, നമ്മുടെ നീല, മഞ്ഞ, ചുമപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നീലയും മഞ്ഞയും ചേർത്താൽ പച്ചയാണ് ഗ്രീൻ. ആ ഗ്രീനിൻ്റെ കൂടെ അല്പം ചുമപ്പ് ചേർത്താൽ ഏകദേശം ഒരു ഡള്ളായിട്ടുള്ള ഒരു മങ്ങിയ പച്ച നിറം കിട്ടും. കൂടുതൽ അത് നിങ്ങൾ ഈ നമ്മൾ വെക്കുന്ന വെള്ള പേപ്പറിലൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. ദൂരെയുള്ള മലയുടെ നിറമാണോ അത് എന്നൊന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം വളരെ ലൈറ്റായിട്ട് തന്നെ ഈ മലകളിൽ ഇങ്ങനെ പൂശി കൊടുക്കുക. പൂശി കൊടുക്കുമ്പോൾ നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂര്യൻ ഉണ്ട് എന്ന് നമ്മൾ കണക്ക് കൂട്ടുക. എന്നിട്ട് അപ്പോൾ ലൈറ്റ് ഇവിടെ നിന്ന് വരികയാണെങ്കിൽ മലയുടെ ഈ ഭാഗങ്ങളിൽ വളരെ ലൈറ്റായിട്ടും ഈ ഭാഗത്ത് കുറച്ച് ഡാർക്കായിട്ടുമാണ് നമ്മൾ കളർ വയ്ക്കേണ്ടത്. ഇങ്ങനെ എല്ലാ കുന്നുകളിലും ചെയ്യുക. ഇവിടെ ഡാർക്ക്, ഇങ്ങോട്ട് വരുന്നവർ ലൈറ്റായിട്ട്. കാരണം ഇവിടെ സൂര്യൻ നിൽക്കുന്നുണ്ട്. ഇവിടെയും ഡാർക്ക്, ഇങ്ങോട്ട് ലൈറ്റ്, ഇവിടെ ഡാർക്ക്, ഇവിടെ ലൈറ്റ്. അപ്പോൾ ഈ സ്കൈ കഴിഞ്ഞു, നമ്മുടെ കുന്നുകൾ, മലകളായിട്ടുള്ളത് കഴിഞ്ഞു. ഇനിയുള്ളത് ദൂരെയുള്ള ഈ കുറ്റിക്കാടുകളാണ്, ബുഷസ്. ഇതിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപ്. അതുപോലെ ഈ ഗ്രീൻ തന്നെ, ഗ്രീൻ ഉണ്ടാക്കിയിട്ട് കുറച്ച് മങ്ങിയ രീതിയിലും ഗ്രീൻ ഉണ്ടാക്കി ഈ ഭാഗങ്ങളിലെല്ലാം വയ്ക്കുക. ഈ വര ഈ ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്യണം. ഭാഗങ്ങളെല്ലാം നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിനൊക്കെ നമുക്ക് ഈ നമ്പർ 2ഓ 4ഓ ഉപയോഗിച്ചാൽ മതി, വലുത് ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ ഇത് ഒരു നല്ല ഡാർക്കല്ല, ഒരു മീഡിയം ഡാർക്കിൽ ഈ പച്ച എടുത്ത് വയ്ക്കുക. അത് നിങ്ങൾക്ക് വയ്ക്കുമ്പോൾ മനസ്സിലാവും എത്ര വേണമെന്നുള്ളത്. ദെൻ ഇനി ആവശ്യമുള്ളത് നമുക്ക് ഈ പച്ച പുൽപ്രദേശമാണ്. പച്ച പുൽപ്രദേശം നിങ്ങൾക്കറിയാം ലൈറ്റ് ഗ്രീനാണ്. അപ്പോൾ ലൈറ്റ് ഗ്രീനിൻ്റെ ഇത് വിശാലമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഇതിൻ്റെ അറ്റം, അതായത് ഈ എൻ്റെ ഭാഗങ്ങളിൽ ഒരു മഞ്ഞ നിറമാണ് വരിക. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങളുടെ ആ മഞ്ഞ എടുത്ത് അല്പം മിക്സ് ചെയ്തിട്ട് ഈ വരയിലൂടെ കുറച്ച് ഭാഗം മഞ്ഞ വയ്ക്കുക. തുടർന്ന് ലൈറ്റ് ഗ്രീൻ ആക്കുക. ഈ പച്ചയുടെ കൂടെ മഞ്ഞ ചേർത്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ കിട്ടും, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ലൈറ്റ് ഗ്രീൻ എടുത്ത് ബാക്കിയുള്ള ഭാഗങ്ങളിലൂടെ വയ്ക്കുക. ഇപ്പോൾ ഇത്തരത്തിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ വരയുടെ അടുത്ത് മഞ്ഞയും ബാക്കിയുള്ള ഭാഗങ്ങളിൽ ലൈറ്റ് ഗ്രീനും ആണ് വരിക. അതുപോലെ തന്നെ ഇവിടെയും മഞ്ഞ നിറം വരുന്നു, ഇവിടെ ലൈറ്റ് ഗ്രീൻ വരുന്നു. അപ്പോൾ ഈ പ്രദേശവും നമ്മുടെ ഫില്ലായി കഴിഞ്ഞു. ഇനി ഉള്ളത് നമ്മൾ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ചെറിയ കുറ്റിച്ചെടികൾ കൊടുക്കാം. കുറ്റിച്ചെടി പല രീതിയിലും കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ വരകൾ കൊടുത്തിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട്, ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ, അത് ഡാർക്ക് ഗ്രീനാണ് ചെയ്യേണ്ടത്. ഡാർക്ക് ഗ്രീൻ എടുത്ത് നമുക്കിങ്ങനെ ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പുല്ലുകൾ, ചെടികളൊക്കെ നമുക്ക് പല രീതിയിലുണ്ടാക്കാം. ഇത് ഡാർക്ക് ഗ്രീനിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ അത് ഉപയോഗിക്കാം. ഈ ഇവിടെ ഒരു മരം കാണുന്നുണ്ട്. മരത്തിൻ്റെ ചുവട്ടിൽ ഇതുപോലെ തന്നെ പുല്ലുകൾ ഉണ്ടാവും. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കുറ്റിച്ചെടികൾ വരയ്ക്കാം. പിന്നീട് ഈ പുൽപ്രദേശത്തെല്ലാം ഇതിൻ്റെ ഈ വലിയ സാധനങ്ങളുടെ എല്ലാം നിഴലുണ്ടാവും. ഈ വൃക്ഷത്തിൻ്റെ നിഴലിലൂടെ ഉണ്ടാവും. അപ്പോൾ ലൈറ്റ് ഇവിടെ ആയതുകൊണ്ട് മരത്തിൻ്റെ നിഴലിങ്ങനെ അല്പം ഈ ലൈറ്റ് ഗ്രീനിൻ്റെ കൂടെ അല്പം കൂടി ഡാർക്ക് ഗ്രീൻ ചേർത്തിട്ട് അതിൻ്റെ ഷെയ്ഡ് കൊടുക്കാം. ബ്ലാക്ക് ചേർക്കരുത്. ലൈറ്റ് ഗ്രീനിൻ്റെ കൂടെ അല്പം ഡാർക്ക് ഗ്രീൻ ചേർത്തിട്ട് അതിൻ്റെ ഷെയ്ഡ് കൊടുക്കാം.
ഏത് സാധനത്തിനും ഷെയ്ഡും ഉണ്ടാവും. അതിങ്ങനെ ചെയ്ത് വൃത്തിയാക്കുക. ഇനി നമുക്കുള്ളത് വൃക്ഷമാണ്. ബാക്കിയുള്ള എല്ലാ പ്രദേശങ്ങളും കഴിഞ്ഞു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആകാശം ചെയ്ത് ഈ ഭാഗങ്ങൾ അല്പം ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഈ കുന്നും മലയും ചെയ്യാവൂ. കുന്നും മലയും അല്പം കൂടി ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഈ ബുഷസ് ചെയ്യാവൂ. ബുഷ് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇത് ചെയ്യാവൂ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി മിക്സായി പോകും. ഉണങ്ങാതെ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. ഇത് നമ്മൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചൊരു ഫ്രീ ആയി കഴിയുമ്പം നമുക്ക് ആ സിസ്റ്റത്തിലേക്ക് കിടക്കാം. തൽക്കാലം ഇത് ഓരോന്ന് കഴിയുമ്പോഴും ഉണങ്ങിക്കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചെയ്യാവും. ദെൻ മരമാണ് നമുക്ക് ചെയ്യാനുള്ളത്. മരത്തിന് ഷെയ്ഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ അടുത്ത പാഠങ്ങളിൽ പഠിക്കും. തൽക്കാലം നമ്മൾ ഈ മരത്തിൻ്റെ ഇവിടെ ലൈറ്റ് ഭാഗമാണ്, അതുകൊണ്ട് ഇവിടെ കുറച്ച് ലൈറ്റ് ഗ്രീൻ ഈ ഭാഗങ്ങളിൽ ബ്രഷ് കൊണ്ട് വാഷ് ചെയ്യുക. അതിന് നമ്മൾ 4 6 ബ്രഷുകൾ ഉപയോഗിക്കാം. ഇവിടെ ലൈറ്റ് ഗ്രീൻ വാഷ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ അല്പം ഡാർക്ക് ഗ്രീൻ ചേർത്ത് ഈ ഭാഗങ്ങളിൽ ഡാർക്കായിട്ട് കൊടുക്കുക. ഇത് നമ്മൾ ക്രയോൺസ് കൊണ്ട് കളറിങ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെയും ലൈറ്റ് ഗ്രീൻ, ഇവിടെ ഡാർക്ക് ഗ്രീൻ, അങ്ങനെ ലയിപ്പിച്ച് കൊടുക്കുക. ഇവിടെ ലൈറ്റ് ഗ്രീൻ, ഇവിടെ ഡാർക്ക് ഗ്രീൻ. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ മരത്തിന് കുറച്ചൊരു ഡെപ്ത് കിട്ടും. ഇനിയുള്ളത് നമ്മുടെ അതിൻ്റെ തടിയാണ്. തടി പൊതുവെ നമ്മളെല്ലാവരും ബ്രൗൺ ആണ് ഉപയോഗിക്കാറ്. ഇത് കൂടുതൽ സ്റ്റാൻഡേർഡുള്ള രീതിയിൽ നമ്മൾ അടുത്ത പാഠങ്ങളിൽ പഠിക്കും. തൽക്കാലം നമ്മൾ സിമ്പിളായിട്ട് തുടക്കമായതുകൊണ്ട് സിമ്പിളായിട്ട് പറയാം. നമുക്ക് ബ്രൗൺ തന്നെ എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഈ ഭാഗങ്ങളിലെല്ലാം വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങുന്നതിന് മുമ്പേ അല്പം ഡാർക്ക് ബ്രൗൺ എടുത്ത് ഷെയ്ഡായിട്ട് കൊടുക്കുക. ഇവിടെ അല്പം ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് ഷെയ്ഡായിട്ട് കൊടുക്കുക. അത് നമ്മൾ ക്രയോൺസ് ചെയ്ത ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഷെയ്ഡിങ് എങ്ങനെയാണെന്നുള്ളത്. ആ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് രീതിയിൽ തന്നെ ഒരു ഭാഗത്ത് ഡാർക്ക്, ഈ ഭാഗത്ത് ലൈറ്റ്, അങ്ങനെ ബ്രൗണും ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു സീനറിയുടെ ഒരു ആദ്യ പാഠം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ ഇത് ചെയ്ത് ഈ വരയുടെ പുറത്തേക്കൊക്കെ കാര്യമായിട്ട് കളർ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും വൃത്തിയോടെ ചെയ്യുക. കളറുകൾ പരീക്ഷിക്കാനായിട്ട് ഈ പേപ്പർ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ക്ഷമയോടെ, ശ്രദ്ധയോടെ, നല്ല ആത്മാർത്ഥതയോടെ ഈ പ്രകൃതി ദൃശ്യമാണെന്നുള്ള ബോധത്തിൽ തന്നെ നിങ്ങളുടെ സ്വന്തം സൃഷ്ടിയാണ്. ആ സ്വന്തം സൃഷ്ടി എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നല്ലൊരു ചിത്രം ഉണ്ടാക്കുക, വരച്ചിട്ട് ഞങ്ങൾക്കത് അയച്ചു തരിക. ഓക്കെ, താങ്ക് യു.